നമസ്കാരം. ചെറുപ്പം തൊട്ടേ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി മേടിക്കണം, പണം ഉണ്ടാക്കണം. എന്തിനാണ് ഈ പണം ഉണ്ടാക്കുന്നത്? ജീവിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാ ജീവിക്കുന്നത്? വീടുണ്ടാക്കുന്ന ആൾക്ക് പണം കൊടുത്ത് വീടുണ്ടാക്കിപ്പിച്ചു, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ പണം കൊടുത്ത് മേടിച്ചു. അതിനുശേഷം വീട്ടിലുള്ള ഓരോ ആളുകളുടെയും ലക്ഷറി അടക്കമുള്ള കാര്യങ്ങൾ സാധിക്കാനായിട്ടൊക്കെ പണം വേണം. ലക്ഷൂറിയസ് ലൈഫ് നയിക്കാനായിട്ട് പണം വേണം. നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ന് ലക്ഷറി എന്നുള്ള ഫോക്കസിലേക്ക് ആളുകൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുക, എൻജോയ് ചെയ്യുക, ട്രാവൽ ചെയ്യുക എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ആർ യു പേയിങ് യുവർ സെൽഫ്? മറ്റുള്ള റിസോഴ്സസ്, ലക്ഷൂറീസ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിന് വേണ്ടി നിങ്ങൾ എക്സ്പെൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആർ യു പേയിങ് യുവർ സെൽഫ്? നിങ്ങൾക്ക് വേണ്ടി തന്നെ പേ ചെയ്യാനായിട്ട് നിങ്ങളെ ഏത് സിസ്റ്റമാണ് പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെ പേരൻസ് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ എനിക്ക് തന്നെ പേ ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ എനിക്ക് അഷ്വർ ചെയ്യാനായിട്ട് സാധിക്കും? അവിടെയാണ് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആദ്യമായിട്ട് നടത്തിയതിനു ശേഷം സേവ് ചെയ്യുക എന്നുള്ളതിലല്ല, പണം കുറെ സ്വരൂപിച്ചു വെച്ചു എന്നുള്ളതിലല്ല, ആ പണത്തിനെ അവിടെ വെച്ചുകൊണ്ട് ഗ്രോ ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പണത്തിന്റെ യഥാർത്ഥ മൂല്യം, നമുക്ക് പണപ്പെരുപ്പത്തിനെയും അല്ലെങ്കിൽ ഇൻഫ്ലേഷനെയും മറികടന്ന് കാലാകാലങ്ങളായിട്ട് പണത്തിനുണ്ടാകുന്നതായിട്ടുള്ള ഡീകെ അല്ലെങ്കിൽ മൂല്യച്ചോർച്ചയെ മറികടന്ന് നമുക്ക് നേടണമെങ്കിൽ അതിനെ ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് നമ്മൾ അതിനെ ഗ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം തന്നെ നമുക്കിപ്പോ ഒരു മാസം 25,000 50,000 അതിന് മുകളിലേക്കോ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹൗ മച്ച് യു ഇൻവെസ്റ്റഡ് എന്നുള്ളതാണ് കൃത്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിൽ നടത്താം, ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്സിൽ നടത്താം, ഇൻവെസ്റ്റ്മെന്റ് ETF-കളിൽ നടത്താം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ബ്രോക്കേഴ്സിനെ നോക്കി ഗ്രോ ആപ്ലിക്കേഷൻ ഉണ്ട്, IND സ്റ്റോക്സ് ഉണ്ട് എന്ന് വേണ്ട മോട്ടിലാൽ ഓസ്വാൾ തൊട്ട് നമ്മുടെ ഷെയർ ഖാൻ വരെയുള്ള ആപ്ലിക്കേഷൻസ് നമുക്കിന്ന് മൊബൈലിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ഒരു ബ്രോക്കറേജ് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തിട്ട് സ്റ്റോക്സില്, ETF-ല്, ഗോൾഡിലൊക്കെ ഈ ഡിജിറ്റൽ ആധുനിക രൂപത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറുതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോരാ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്സാണ്. അത് പാസീവായിട്ട് കുറച്ച് പൈസ അവിടെ കൊണ്ടിട്ടിട്ട് കുറെ വർഷം കഴിഞ്ഞ് നോക്കുന്നതിനപ്പുറത്തേക്ക് ഓരോ ഡിപ്പുകളിൽ എനിക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് അഷ്വർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓരോ ഏറ്റവും പീക്കിലെത്തുന്ന സമയത്ത് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് അത് എൻജോയ് ചെയ്തിട്ട് ബാക്കി ക്യാപിറ്റലോ അല്ലെങ്കിൽ പ്രോഫിറ്റോ എനിക്ക് അവിടെ, അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്ലസ് ക്യാപിറ്റൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കോമ്പൗണ്ടിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനെ വീണ്ടും ഗ്രോ ചെയ്യാനായിട്ട് അനുവദിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ, അതിന്റെ ആവശ്യം എനിക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ സമൂഹം പഠിപ്പിക്കുന്നത് ഒരു സർക്കാർ ജോലി മേടിച്ചാൽ രക്ഷപ്പെട്ടു. പിന്നെ കുറച്ച് മാറ്റം വരാൻ തുടങ്ങി. കാരണം എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുന്നില്ല. സർക്കാരിന് തന്നെ മനസ്സിലായി ഈ പെൻഷൻ കൊടുത്ത് നടുവൊടിയുന്നതിനേക്കാളും നല്ലത് കോൺട്രാക്ട് ബേസിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നതാണ്. കാരണം വികസിതമായിട്ടുള്ള പല വിദേശ രാജ്യങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു സിസ്റ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഈക്വലി പെൻഷൻ കിട്ടുന്നു, എല്ലാവർക്കും ഈക്വലി വേണ്ടതായിട്ടുള്ള ജീവിത നിലവാരം കിട്ടുന്നു. ആളുകൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും നോക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ കുട്ടികളെ നോക്കാനുള്ള സംവിധാനമുണ്ട്. അതിനെ ഞാൻ അങ്ങനെ എൻകറേജ് ചെയ്യുന്നില്ല. അച്ഛന്റെ അമ്മയുടെയും കൂടെ കുട്ടി വളരുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ്, നമ്മൾ വയസ്സായി കഴിയുന്ന സമയത്ത് നമ്മളെ നോക്കാൻ ആർക്കും റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിലും ഗവൺമെന്റ് അത് ഏറ്റെടുത്ത് വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്ന അവസ്ഥയിലാണ് ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യവും പതിയെ പതിയെ ആ സിസ്റ്റത്തിലേക്ക് മാറാനുള്ള സാധ്യതയാണ്. കാരണം ലോകത്തിന് എന്നും യൂറോപ്പിനെ ഫോളോ ചെയ്തതായിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെയാണ്. വികസനത്തിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ എക്കണോമിക് ട്രാൻസ്ഫോർമേഷന്റെ കാര്യത്തിലും ഒക്കെ നമുക്ക് ആ സമസ്യകൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് വിദേശത്ത് പോയാൽ മാത്രമേ പണം സമ്പാദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരെ ഇപ്പൊ മാറിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടാത്തത് നമ്മുടെ നാടിന്റെ ഒരു കുറവല്ല, നമ്മുടെ നാടിന്റെ ഒരു കൂടുതലാണെന്നാണ് ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് നിന്നുകൊണ്ട് വീക്ഷിക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് എല്ലാവർക്കും ഒരു 1 ഇന്ത്യ 1 പെൻഷൻ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാ റിസർവേഷൻസും മാറ്റിയിട്ട് എല്ലാ മനുഷ്യന്മാരെ ഈക്വൽ ആയിട്ട് കാണേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പതിയെ പതിയെ നമ്മുടെ നാട് പിച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിമർശിക്കുക എന്നുള്ളതൊക്കെ ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ വരുന്നതിന് വിമർശിക്കുക, പക്ഷേ സാധ്യമാകുന്ന കാര്യങ്ങളിലാണ് നമ്മൾ വിമർശിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടാത്തതുകൊണ്ട് എന്തായി, ആളുകൾ പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങി. അപ്പൊ ഒന്നെങ്കിൽ ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ പുറത്തു പോയിട്ട് സമ്പാദിക്കുക, ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഇന്നത്തെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ലിറ്ററസി ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. പണ്ട് സഞ്ചയിക പദ്ധതി ഉണ്ടായിരുന്നു കുട്ടികളിൽ നിക്ഷേപം വളർത്താനായിട്ട്, നല്ലൊരു കാര്യമായിരുന്നു. ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തു തന്നെയാണെങ്കിലും ഇന്ന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപാട് പ്ലാനുകളുണ്ട്.
എത്ര പേര് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരാണ്. കാരണം ഇതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ്. പക്ഷെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ഡു യു ഹാവ് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു സോഴ്സിലധികം ഇൻകം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു ഗവൺമെന്റ് ജോലിയുണ്ട് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടർ ജോലിയുണ്ട്, എനിക്ക് ആ ജോലിയിൽ നിന്ന് വരുമാനം വരുന്നതിന് അപ്പുറത്തേക്ക് പ്ലസ് എനിക്ക് എന്തൊക്കെ ബേസിൽ കൂടെ പണം വരുന്നുണ്ട്. ഈ ഒരു വരുമാന മാർഗം ഒന്ന് ഡള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനദർ വൈസ് എനിക്കുണ്ടോ, എനിക്ക് ബിസിനസ് ഉണ്ടോ, എനിക്ക് കൃഷിയുണ്ടോ, എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ, ആം ഐ ഏബിൾ ടു ഗ്രോ മൈ മണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ടെങ്കിലേ ഈ ആധുനിക കാലത്ത് ഒരു ധനികൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ആർ യു പേയിങ് യുവർ സെൽഫ് എന്നുള്ള ഒന്നാമത്തെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പല വഴികളിൽ കൂടെ നിങ്ങൾക്ക് പേ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സേവിംഗ് എന്ന് പറയുന്ന ജസ്റ്റ് നോട്ട് ജമ്പിങ് ഇൻ ടു സംവെയർ. ചില ആൾക്കാർ വളരെ കൺവിൻസ് ചെയ്ത് നമ്മളെ സംസാരിക്കും. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കും. ഫിനാൻഷ്യൽ സെക്ടറിൽ വളരെ അധികമാണ്. കാരണം ആൾക്കാർക്ക് അവബോധമില്ല. ചിലപ്പോൾ 6% ഗ്രോത്ത് നമുക്ക് തരുന്നതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി പറഞ്ഞു തരുന്ന ആൾക്ക് തന്നെ ഉള്ളിൽ അറിയായിരിക്കും ഇത് കൊടുത്താലാണ് ഇവന്റെ അടുത്ത് നിന്ന് എനിക്ക് കൂടുതൽ കമ്മീഷൻ മേടിക്കാൻ പറ്റുള്ളൂ. ബട്ട് അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളൊന്ന് തിങ്ക് ചെയ്യണം. 11, 24%, 50, 100 മടങ്ങോ നമുക്ക് ഗ്രോത്ത് തരാൻ പറ്റുന്നതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ടോ? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ചാടി ഇറങ്ങുകയല്ല വേണ്ടത്. അതിനുമുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആഴത്തിലൊന്ന് പരിശോധിക്കണം. ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എത്ര റിട്ടേൺ കിട്ടും? ഫിസിക്കൽ ഗോൾഡും ഡിജിറ്റൽ ഗോൾഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സ്റ്റോക്കുകളിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് നിക്ഷേപിച്ചാൽ കിട്ടുന്നത് പോലെ ആണോ എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിയുന്ന സമയത്ത് കിട്ടുന്നത്? എനിക്കിത് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇതൊക്കെ എനിക്ക് ഒബ്സർവ് ചെയ്തിട്ട് എത്ര ശതമാനം പലിശ ഓരോ മ്യൂച്വൽ ഫണ്ടുകളും തരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുമോ? അതിനുള്ള മെത്തേഡ്സ് എനിക്കുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് ആളുകൾ വലിയ രോഗങ്ങളൊക്കെ ആയിട്ട് ആശുപത്രി കയറി കഴിയുന്ന സമയത്ത് ഫണ്ട് മുഴുവൻ തീർന്നു പോവാ. ബന്ധുക്കൾ സഹായിക്കണം, നാട്ടുകാർ സഹായിക്കണം എന്നുള്ളൊരു അവസ്ഥയിലാണ്. ചിലപ്പോൾ പെട്ടെന്നങ്ങ് കുടുങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് ഇന്നത്തെ ആധുനിക ലോകം നൽകുന്നതായിട്ടുള്ള ഒരു സംഭാവനയാണ്. മനുഷ്യന്മാരുടെ പരസ്പരമുള്ള സ്നേഹവും സഹകരണവും സഹവർത്തിത്വവും ഒക്കെ കുറഞ്ഞ സമയത്ത് ടെക്നോളജി അതിനൊരു പരിഹാരം തന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എക്കണോമിക്സ് അതിനൊരു പരിഹാരം തന്നു എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സിസ്റ്റം അതിന് നൽകുന്ന പരിഹാരമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് എനിക്ക് കമ്പയർ ചെയ്തിട്ട് എനിക്ക് ബെറ്റർ ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു വർഷം ഇത്ര രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപ എനിക്ക് ആശുപത്രിയിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് ക്ലെയിം ചെയ്തെടുത്ത് പോകാനായിട്ട് പറ്റുന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സോ നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇൻഷുറൻസിന്റെ രൂപത്തിലായിരിക്കാം, അല്ലാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു ക്യാഷിന്റെ രൂപത്തിലും നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസിനെ ഗ്രോ ചെയ്തെടുക്കുക, വെൽത്ത് ബിൽഡിംഗ് എന്നൊക്കെ പറയുന്ന ഇന്നത്തെ ആൾക്കാർ വിചാരിക്കുന്നത് പൈസ അങ്ങോട്ട് ഇടുമ്പോഴേ ഡബിൾ ആയിട്ട് കിട്ടുന്നു എന്നുള്ള മെത്തേഡ്സ് ആണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നത്, കബളിപ്പിക്കപ്പെടുന്നത്. പ്രധാനമായിട്ട് ഇവിടെ വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. അപ്പൊ ക്ഷമയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെടി വളർന്നു വരണമെങ്കിൽ അതിന് സമയമെടുക്കും. വലിയൊരു കമ്പനി രൂപപ്പെട്ട് വരണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. സോ പേഷ്യൻസ് എന്ന് പറയുന്നത് അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ വെൽത്ത് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ബ്രീഫായിട്ട് വിശകലനം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതുപോലുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കാവുന്നതാണ്. സോ ഭൗതികമായിട്ടും സാമ്പത്തികമായിട്ടും സൈക്കോളജിക്കലായിട്ടും പേഴ്സണാലിറ്റി ബേസിലും ഒക്കെ നല്ല രീതിയിൽ വളർന്ന് വെൽത്ത് ബിൽഡിങ്, ഫിനാൻഷ്യൽ ഫ്രീഡം പോലുള്ള കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാപ്പൻസ് മീഡിയ എന്ന് പറയുന്ന ചാനലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.